Hi all, welcome to I Plus. ഞാൻ അക്ഷര. സീറ്റഡ് എക്സാമിനേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ജനറൽ ആയിട്ടുള്ള പാറ്റേൺ ഒന്നും മാറിയിട്ടില്ല. നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന പാറ്റേൺ തന്നെയാണ് ചോദ്യം വന്നത്. ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്തല്ല വന്നത്. പകരം എങ്ങനെയാണ് അതേ കൺസെപ്റ്റുകൾ തന്നെ വേറെ രീതിയിലും. അപ്പോൾ കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചു. പിന്നീട് നമ്മുടെ ലൈവ് സെക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈവ് സെക്ഷനിൽ പങ്കെടുത്ത കുട്ടികളും ആ ഒരു പാറ്റേൺ ഫോക്കസ് ചെയ്ത് പഠിച്ചതുകൊണ്ട് നല്ല സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള റെസ്പോൺസ് തന്നു. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ഒരു കൂട്ടരുണ്ട്, മാർക്കൊക്കെ ഏകദേശം ഒരു ധാരണയായി, നമുക്ക് കയ്യിൽ പേപ്പർ ഉണ്ട്. അപ്പം നമ്മളിനി നോക്കിക്കഴിഞ്ഞാൽ ഓഫ്ലൈൻ എക്സാം ആയതുകൊണ്ട് കയ്യിൽ പേപ്പറുണ്ട്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ഉദ്ദേശിച്ച സ്കോറിൻ്റെ അടുത്ത് എത്തില്ല, ഒന്നും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ളവർക്ക് കുറച്ച് ലോങ് ടൈം, അതായത് ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ. സീറ്റഡ് എക്സാം എങ്ങനെയാണ് 6 മാസം കൂടുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു 6 മാസം ഒന്ന് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സീറ്റഡ് അത്ര ബുദ്ധിമുട്ടാകില്ല. ഇപ്പോൾ എന്താണ് ഒരു പ്രിപ്പറേഷൻ്റെ കുറവുകൊണ്ടായിരിക്കാം എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഹെൽപ്പ് കിട്ടിയാൽ അല്ലേ, നമ്മളെപ്പോഴും സൈക്കോളജിയിൽ പഠിക്കാറുണ്ടല്ലേ, സ്കഫോൾഡിങ്, ഒരു കൈത്താങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ടീം I Plus എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ക്ലാസ്സസ് അഫോർഡബിൾ പ്രൈസിലാണ് ടീം I Plus ഓഫർ ചെയ്യുന്നത്. സീറ്റിൻ്റെ പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും. പേപ്പർ 2 എന്ന് പറയുമ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, സയൻസ് ആൻഡ് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അത് ചൂസ് ചെയ്യാം, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. അപ്പം രണ്ടിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സൈക്കോളജി ആണെങ്കിലും ലാംഗ്വേജസ് ആണെങ്കിലും ഒക്കെ എന്താണ് വളരെയധികം ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും. സീറ്റഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. മറ്റാരുടെയും മാർക്ക് നമ്മളെ ബാധിക്കുന്നതല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വേറെ ആരെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. ഇവിടെ റാങ്കൊന്നും നോക്കുന്നില്ലല്ലോ, ഞാൻ ഈ ഒരു കൃത്യ സ്കോറും അതിൻ്റെ മുകളിൽ ഞാൻ കടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി പഠിച്ചു തുടങ്ങാം. എല്ലാ സ്കഫോൾഡിങ്ങും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ടീം I Plus കൂടെ തന്നെയുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അതിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങളെ കണ്ടെത്താനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞത് വളരെയധികം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇനി നമുക്ക് റിസൾട്ട് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ റിസൾട്ട്സുമായിട്ട് ഞങ്ങൾ വീണ്ടും മുന്നിലെത്തുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മറക്കണ്ട, ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.